ചന്ദനനോട് എടുത്ത് ചോദിക്കേണ്ടത്. ചന്ദനയുടെ ഒരു അച്ഛൻ കഥാപാത്രത്തിലാണ് സാറ് വരുന്നത്. നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് എങ്ങനെയാണ്? നമ്മൾ തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പറയാന്ന് വെച്ചാൽ ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണ്, സാറിന്റെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലുണ്ടാവും അയ്യോ എങ്ങനെയായിരിക്കും ഫസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ. പക്ഷെ സാർ നല്ല കൂളായിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കൊരു സപ്പോർട്ടും കോൺഫിഡൻസും ഒക്കെ സാർ തരുന്നുണ്ട്. അത്രയും നമ്മുടെ കൂടെ ആരാ ചെയ്യുന്നത്, അവരെങ്ങനെ നമ്മളോട് അഭിനയിക്കുന്നു എന്നുള്ളതും മെയിൻ കാര്യം തന്നെയാണ്. അപ്പോൾ സാറ് നല്ല രീതിയിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അച്ഛൻ മകൾ എന്നുള്ള ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടല്ലേ സാർ? ഞങ്ങളുടെ ക്യാരക്ടർ റിയൽ ആയിട്ട് ഒരു അച്ഛനും റിയൽ ആയിട്ട് ഒരു മകളും അങ്ങനെ ലൈഫ് കൊടുത്ത് അങ്ങനെയാണ്. അപ്പൊ പേടിയുണ്ട് ലൈക്ക് എങ്ങനെയാണ് ലൈക്ക് ഇപ്പൊ മൂവിയിലൊക്കെ നമ്മള് സാറിന് പറയുമ്പോ കുറച്ച് സീരിയസ് ആയിട്ട് ആളെ കാണാം. അതേപോലത്തെ ഒരു സ്ട്രിക്റ്റ് ഫാദർ ആയിരുന്നു, അത് കൂൾ ഫാദർ ആയിരുന്നു? അതൊക്കെ നമുക്ക് സിനിമ കണ്ടിട്ട് ഇപ്പൊ നമ്മൾ പേര് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് അല്ല സിനിമ, അങ്ങനെയാണോ? ഫ്രണ്ട്ഷിപ്പും ആണ്, ബട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള പേര് ഫ്രണ്ട്ഷിപ്പിലാണ് അവസാനിക്കുന്നതും ഫ്രണ്ട്ഷിപ്പിലാണ്. അതിന് നടുവിൽ കുറെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതില് പ്രണയമുണ്ട്, അതില് സസ്പെൻസ് ഉണ്ട്. സസ്പെൻസ് ഒരു സസ്പെൻസ് അല്ല, പൊതുവെ എന്ന് പറയുമ്പോ ഒരു യൂത്തിന്റെ പടങ്ങള് ആഘോഷിക്കാറുണ്ട്. അപ്പൊ അതേപോലെ നമുക്ക് യൂത്തുകൾക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എന്നുള്ള നിലയിൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണോ? ആഘോഷിക്കാനുള്ള എലമെന്റ്സ് ഉണ്ട്. അതായത് നമ്മള് ഒരു പടം എന്ന് പറയുമ്പോൾ അതില് ഒരു പടം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും. ഇപ്പൊ നമ്മളൊരു വലിയൊരു ബഡ്ജറ്റ് അല്ലെങ്കിലും ഇതൊരു സിനിമ തന്നെയാണ്. വലിയ ബഡ്ജറ്റ് എന്നല്ല, അത്യാവശ്യം ബഡ്ജറ്റുള്ളൊരു പടം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ കാണുമ്പോൾ നമ്മള് കോടികളുടെ കണക്ക് പറയുന്ന ഒരു പടത്തിലേക്ക്, പടം ചെറുതായാലും വലുതായാലും അതൊരു പടം തന്നെയാണ്. ഇതിൽ നമ്മളെ സംബന്ധിച്ചോളം യൂത്തിന് മാത്രമല്ല ഓരോ കുട്ടികളും കണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ സിനിമയിൽ വിളിച്ചു പറയുന്നത്. നമ്മൾക്ക് ഒരാളെ എങ്ങനെയും വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് അതെ പറയാനത് ആ ഒരു ഫ്ലോയില് ഓൾറെഡി ഒരു സോങ് ഉണ്ടല്ലോ ദുബായില് ടീസർ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ സോങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഷൂട്ട് ചെയ്ത് അവസാനിച്ച് പടം ഞങ്ങൾ പാക്കപ്പ്. പക്ഷെ സുൽഫിക്ക പറഞ്ഞു അദ്ദേഹം ഒരു പ്രവാസിയാണ്, ഒരു റിയൽ ലൈഫ് പ്രവാസിയാണ്, ഒരു ഗോൾഡൻ വിസ ഹോൾഡറും കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് വലിയൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനി ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ദുബായിൽ ഒരു സോങ് ചെയ്താലോ. അപ്പൊ നമ്മള് ചിന്തിക്കുക അതിന്റെ ബഡ്ജറ്റ്, അതിനുള്ള കാര്യങ്ങള്. സുൽഫിക്ക പറഞ്ഞു ഞങ്ങള് 4 ഫ്രണ്ട്സ് ആണല്ലോ, സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാനായാലും ഉണ്ണിച്ചേട്ടനായാലും അനയായാലും സുൽഫിക്ക എപ്പോഴും കോണ്ടാക്ട് ചെയ്തു. എന്റെ ഫ്രണ്ട്സ് എന്റെ റൂമിൽ തന്നെ ഒതുക്കി ചിലരോട് കുറച്ചാണ്. സുൽഫിക്ക ആ കാര്യത്തിൽ ബുദ്ധിമാനാണ്. അവിടുത്തെ അതേ ഫ്രണ്ട്സ് 8-10 ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നത്. 10 ദിവസം ഞങ്ങൾ ദുബായ് മൊത്തത്തിൽ കറങ്ങി കണ്ടു. അത് മൊത്തം സ്പോൺസർ ചെയ്തതും കാര്യങ്ങളും ചെയ്തതും സുൽഫിക്കയാണ്. അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഞങ്ങൾക്ക് കിട്ടി. ഓൾറെഡി കണ്ടിട്ടുണ്ട്, പക്ഷെ കാണാത്തവർക്ക് കാണാൻ പറ്റി. സോങ് 1.6 മില്യൺ അടിച്ചത് യൂട്യൂബ് ചാനൽ. ഹബീബി അത് പാടിയിരിക്കുന്നത് സിയ ഉൽ ഹക്ക് ആണ്. സിയ ഉൽ ഹക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് സിനിമയിൽ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു അദ്ദേഹം. ഏത് പാട്ടെന്ന് അറിയൂ? എനിക്ക് പറയാനുള്ളത് ഈ പടം ഞാൻ എന്റെ ഫ്രണ്ട്സുകൾ കുറെ പ്രൊഡ്യൂസർമാരുണ്ട്. ഞാൻ കുറെ പടം കണ്ടിരുന്നു. പടത്തെ കുറച്ച് കുറ്റം പറയല്ല, എന്നാലും ഈ പടം ഞാൻ കണ്ടു. ഞാൻ കുറെ പടങ്ങൾ കാണാറുണ്ട്, തിരക്കടില്ല. അപ്പൊ ജനങ്ങൾ ഏറ്റെടുക്കണം. ഈ പറഞ്ഞ പോലെ ഏറ്റെടുക്കട്ടെ. നിങ്ങളും എന്താ പറയാ ന്യൂ കമേഴ്സിനും നന്നായിട്ട് മലയാളം ഇൻഡസ്ട്രി വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടട്ടെ. ഇപ്പൊ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പടത്തില് ഞാൻ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. ഇത് 1 ഹിറ്റ് ആവും. എനിക്ക് എന്തേലും കിട്ടുമെങ്കിൽ ഞാൻ കുറച്ച് ഫണ്ടൊക്കെയുണ്ട്. കിട്ടുന്ന പൈസ മൊത്തം പാവങ്ങൾക്കാണ് ചാരിറ്റി. അത് വലിയൊരു ഞാൻ പറയാം. അല്ല അദ്ദേഹം ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം. പ്രളയം വന്നില്ലേ, ആ ടൈമില് തന്നെ കേരളത്തില് ഏറ്റവും ആദ്യം പെരുമാൾ കൊടുത്ത ടീമാണ് ഞാൻ. അങ്ങനെ എല്ലാരും ചിന്തിക്കാനും തന്നെ ഒരുപാട് പേര്. അപ്പൊ ഈ പടം ജനങ്ങളെ ഏറ്റെടുക്കണം, കണ്ടിട്ട് നല്ല അഭിപ്രായം പറയണം. ഈ പറഞ്ഞ പോലെ തന്നെ പടം എല്ലാവരും ഏറ്റെടുക്കരുതെന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.